നല്ല പ്രൊഡക്റ്റിന് ആൾക്കാർ കാശ് തരാൻ റെഡിയാണ്. ആണ്. അത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി. സൊസൈറ്റി തീർച്ചയായിട്ടും. വില കൂടിയത് അല്ല വിഷയം, ക്വാളിറ്റി ഉണ്ടെങ്കിൽ. അതെ അതെ. ഒട്ടുമിക്ക യൂറോപ്യൻസ് വന്നു കഴിഞ്ഞാലും അവർ പാക്കറ്റ് എടുത്തിട്ട് ആദ്യം അതിന്റെ ന്യൂട്രീഷ്യസ് ഫാക്റ്റ് ആണ് നോക്കാറ്. ഇവിടെ അത് നോക്കാറില്ല. ഈവൻ എക്സ്പയറി പോലും നോക്കാറില്ല. നമ്മളാരും മലയാളി പ്രൈസ് ആണ് നോക്കുക ഫസ്റ്റ് ടൈം. പക്ഷേ ഇപ്പൊ അവര് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ബേക്കറി പ്രൊഡക്റ്റുകൾ കൊണ്ട് കേടാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യമൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പണ്ട് മുതലേ നമ്മളോട് ഡോക്ടർമാരൊക്കെ പറയുന്നത് ബ്രെഡ് കഴിച്ചോ റൊട്ടി കഴിച്ചോ എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പനിക്കുന്ന സമയത്ത് ആ സോഫ്റ്റ് ആയിട്ട് നല്ല സാധനം എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോമിംഗ് ഉണ്ട്, അതിനൊരു റെസിപ്പി ഉണ്ട്. അതിന്ന് ഓവർകം ചെയ്ത് ലാഭം മാത്രം കൊതിച്ച് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും കളേഴ്സ് ഇതൊക്കെ വേൾഡിൽ തന്നെ ബേക്കറി വലിയൊരു സംഭവമാണ്, നല്ലൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ തന്നെ പ്രചോദിപ്പിക്കപ്പെടുന്നത് ഗൾഫ് ബേക്ക് എന്നുള്ള പേര് ഗൾഫിൽ നിന്ന് അല്ലേ? അതെ, അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ഹൈജീനിറ്റിയും അതിന്റെ ഒരു പ്രൊഡക്റ്റുകൾ അവിടെ തന്നെയാണ്. അവിടുന്ന് എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അതിലേക്ക് എത്തിച്ച പ്രൊഡക്റ്റ്? ബിസിനസ് ലൈഫ് മിഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിൽ സമീറിനെ സ്വാഗതം ചെയ്യാണ്. ഇവിടെ നമ്മൾ കച്ചവടം, ബിസിനസ് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കച്ചവടം എന്ന പ്രധാനപ്പെട്ടൊരു ചർച്ചയാണ്. അതിൽ ഒരു പഠനം കഴിഞ്ഞ് ജോലിയിൽ, അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക്, നേരത്തെ തന്നെ ബിസിനസ്സിൻ്റെ മോഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സമീർ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ ഗൾഫ് ബേക്ക് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഗൾഫുമായിട്ട് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തെ, ബേക്കറിയെ, ആ കോൺസെപ്റ്റ് എന്താണ്? തീർച്ചയായിട്ടും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഗൾഫിലേക്ക് പോകുന്നത്. അവിടുന്ന് ഫാമിലി ആയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു ഇവിടുത്തെ ഹൈജീനിറ്റിയിൽ, ഈ ഗൾഫ് കൺട്രീസിലെ ഹൈജീനിറ്റിയിൽ അവിടുത്തെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റ് നാട്ടിൽ ചെയ്യാന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഈ ഒരു ഗൾഫ് ബേക്ക് എന്നുള്ളൊരു ജന്മം കൊണ്ട്. അപ്പോൾ അവിടെ ജോലിയായിരുന്നല്ലോ? അവിടെ ജോലിയായിരുന്നു. അപ്പോൾ തിരിച്ചെന്തായാലും നാട്ടിൽ വരണല്ലോ. ഒരു 10 വർഷത്തൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്ത് ജോലിയായിരുന്നു അവിടെ? ശരിക്കും പെട്രോളിയത്തിലായിരുന്നു, പെട്രോളിയം കമ്പനിയിലായിരുന്നു. എവിടെ? അവിടുത്തെ അഡ്നോക്ക് എന്ന് പറഞ്ഞിട്ട് അബുദാബി. വലിയ കമ്പനിയല്ലേ? ആ, വലിയ കമ്പനിയാണ്. നല്ല സീറ്റല്ലേ? നല്ല സീറ്റാണ്. അപ്പോൾ നല്ലൊരു ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ പോകുന്നു. ഒരു ഭ്രാന്ത് പിടിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ ചെറുപ്പത്തിൽ അതിന് എന്തെങ്കിലും ഉത്തേജനം ഉണ്ടോ? ഉത്തേജനം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ബിസിനസ് കൊണ്ടൊരു ക്രേസ് ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആരെയും കണ്ടിട്ട് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എങ്കിലും ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ ബിസിനസ് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കുടുംബം ബിസിനസ്സിൽ ഉണ്ടോ? കുടുംബം ഇപ്പം നന്നായിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതല്ല കുടുംബത്തിൽ ആരും തന്നെ പാരമ്പര്യം ഒക്കെ കൃഷിക്കാരാണ്. തീർച്ചയായിട്ടും കൃഷിയോട് മാത്രം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നിന്നാണ് നമ്മൾ പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാന്നുള്ളൊരു ചിന്ത വന്നത്. അന്ന് തന്നെ ഒരു പട്ടുനൂൽ കൃഷിയുടെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നെ അന്ന് ചെറിയ പ്രായമാണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ലാഭകരമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വിട്ടത് വിടാൻ കാരണം പഠനം മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ ഇത് രണ്ടുകൂടെ നടക്കാത്തതുകൊണ്ട് അങ്ങനെ സൈഡായിരുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും പരീക്ഷിച്ചിരുന്നോ? അതല്ലാതെ വല്യപ്പായുടെ അടക്കാത്തോട്ടം, കൃഷിക്കാരാണല്ലോ, അപ്പോൾ അടക്കാത്തോട്ടം ഉണ്ടാവും. അപ്പോൾ അത് ആരെങ്കിലും പറയുന്ന ഒരു വിലയിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയും. നമുക്ക് വില പറയാനൊന്നും അറിയില്ല. അപ്പോൾ എങ്കിലും വല്യപ്പാനോട് ഇത്ര ധൈര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വല്യപ്പ അങ്ങനെ കൊടുക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതൊരു ധൈര്യമായിരുന്നു. എത്ര വർഷം എടുത്തു? അങ്ങനെ ഒരു 2-3 തവണ ലാഭം ഉണ്ടായിരുന്നു. നല്ല ലാഭം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മോട്ടറൊക്കെ വെച്ചത് വീട്ടിൽ. അപ്പൊ അന്നേ ഈ പിന്നെ മഹാളി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പിടുത്തമുണ്ടല്ലോ, അപ്പൊ മരുന്നടിക്കല്ലോ അതിന്. തീർച്ചയായിട്ടും. അതൊക്കെ ഈ പറഞ്ഞ പോലെ അന്ന് ഔട്ട് സോഴ്സിംഗ് ആണ്. ഇതിനായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ വെച്ചിട്ട് അതൊക്കെ പണിയല്ല. ഭയങ്കര പണിയാണ്, ഭയങ്കര എഫർട്ടാണ്. അതൊരു തലക്കൊന്ന് ഇങ്ങനെ കയറിയിട്ട് ഒറ്റ തലവരെ ഇങ്ങനെ അടിച്ചിട്ട് പോകുന്നൊരു പ്രോസസ്സാണ്. അതൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ. 18 വയസ്സേ ഉള്ളൂ. പിന്നെ വല്യപ്പാന്റെ ആണല്ലോ, പരാജയപ്പെട്ട വല്യപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ. ധൈര്യം കിട്ടി. അത് നല്ലൊരു ഇതായിരുന്നു അല്ലേ? കോൺഫിഡൻസ് കിട്ടി. കോൺഫിഡൻസ്. അന്ന് മുതലേ ഒരു സ്വപ്നം ഉണ്ടാവും. ഒരു സ്വപ്നം ഉണ്ട്, കുറെ പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള. കുറെ പേർക്ക് ജോലി അങ്ങനെ ഇതില്. കാരണം ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ ജോലി കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു.
അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. അതെ, ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ ഒരു 5 പേരുള്ള കുടുംബം അല്ലേ? തീർച്ചയായിട്ടും അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അതെ, അതും പ്രൊഡക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാലാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക. മറ്റൊരു സ്റ്റേറ്റിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ഇവിടെ നടക്കുക, ഇവിടെ തന്നെ അത് യൂസ് മേക്ക് ഇൻ കേരള. ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ എന്താണ് സർക്കാരിന് നിങ്ങൾ സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വന്നിട്ട്? തീർച്ചയായിട്ടും. കാരണം ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിന് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴാണ് ഒരു വയസ്സായ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു 100 രൂപ കൈ പിടിച്ചിട്ട്, ഞാനിങ്ങനെ വല്ലാണ്ട് വെപ്രാളപ്പെടുന്നത് പുള്ളി കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഉമ്മ ഒരു 100 രൂപ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അയാൾ വല്ലാണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മോ കരയുന്നത്? ഒന്നുമില്ല മോനെ, നിന്റെ ഈ ബേജാറ് കണ്ടിട്ട് കരഞ്ഞതാണ്. ഈ ഒരു 100 രൂപ നിന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്ന ഒരാളെനിക്ക് ദാനമായി തന്നതാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ നിർത്തിയേക്കാന്നൊക്കെ വിചാരിച്ചു. കാരണം എൻ്റെ സ്റ്റാഫിൻ്റെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അത്. വലിയ ആക്സിഡന്റ്. അതെ. അപ്പോൾ അത് ഇനി നിർത്തിയേക്കാം, ഇങ്ങനെയൊക്കെ ആണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇട്ടേച്ച് പോവാന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതിക്ക് പറയുന്നൊരു വേർഡുണ്ടല്ലോ അന്നത്തെ, കരം, അത് ആ വേർഡാണ് അമ്മ ഉപയോഗിച്ചത്. പറഞ്ഞ ഈ കരം കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളും റോഡുകളൊക്കെ ഉണ്ടാവുന്നത്. ഒരുപാട് പാവപ്പെട്ടവർക്ക് അത് വലിയ കാര്യമാവൂലേ? വലിയൊരു ചിന്ത വളരെ പ്രായമുള്ള ചുക്കി ചൊളിഞ്ഞ ഏറ്റവും നല്ലൊരു വയസ്സുണ്ട്. ആ അമ്മൂമ്മയുടെ മകൾ ഇങ്ങനെ ഒരു സോപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും എന്നോട് പങ്കുവെച്ചു. അപ്പൊ എനിക്ക് തോന്നിയില്ല നിർത്താനായിട്ടില്ല. വല്ലാത്തൊരു വലിയൊരു പ്രചോദനം. അത് ഞാൻ എൻ്റെ പലയിടങ്ങളിലും പറയാറുണ്ട്. അത് തീർച്ചയായിട്ടും ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. ഈ തൊഴിൽ കൊടുക്കലും അതുപോലെ ടാക്സ് കൊടുത്തിട്ട് സ്കൂളും പാലവും റോഡും എല്ലാ ഫെസിലിറ്റിയും ഇവിടെ വരുന്നത് ഈ ഒരു ടാക്സ് കൊണ്ടാണല്ലോ. അത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ വിറ്റ് ഇവിടെ തന്നെ ആൾക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ക്യാഷ് ഫ്ലോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിലേക്ക് അത് വലിയൊരു പ്രചോദനമായിട്ട് തീർച്ചയായിട്ടും എടുത്തു. ആ ഡ്രീം എങ്ങനെയാണ് പിന്നെ അതിന് വെച്ച് ഒരു ഡ്രീം ചെയ്തത്? ഇങ്ങനെ ആവണം, എന്താവണം, ഇത് ഇങ്ങനെ വരണം എന്നുള്ളൊരു ഡ്രീം ആയി മാറിയത്, അല്ലെങ്കിൽ ആ ഡ്രീമിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ ബേക്കറി പ്രൊഡക്റ്റുകൾ കൊണ്ട് കേടാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യമൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും കേടല്ല. അത് അതിൻ്റെതായിട്ടുള്ള ഹൈജീനിറ്റി കീപ്പ് ചെയ്ത് നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിൻ്റെതായിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കേടല്ല. അത് വേണ്ടത് തന്നെയാണ്. പണ്ട് മുതലേ നമ്മളോട് ഡോക്ടർമാരൊക്കെ പറയുന്നത് ബ്രെഡ് കഴിച്ചോ റൊട്ടി കഴിച്ചോ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പനിക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് നല്ല സാധനം നല്ല നിലയ്ക്ക്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോമിംഗ് ഉണ്ട്, അതിനൊരു റെസിപ്പി ഉണ്ട്. അതിന്ന് ഓവർകം ചെയ്ത് ലാഭം മാത്രം കൊതിച്ച് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും കളേഴ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ പെർമിറ്റഡ് ആയിട്ടുള്ളത് ഫുഡ് സേഫ്റ്റി അംഗീകരിക്കുന്ന FSSAI അംഗീകരിക്കുന്ന അല്ലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഒരിക്കലും ഇത് കേടാവും. വേൾഡിൽ തന്നെ ബേക്കറി വലിയൊരു സംഭവമാണ്, നല്ലൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ തന്നെ പ്രചോദിപ്പിക്കപ്പെടുന്നത് ഗൾഫ് ബേക്ക് എന്നുള്ള പേര് ഗൾഫിൽ നിന്ന് അല്ലേ? അതെ, അതിന്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ഹൈജീനിറ്റിയും അതിന്റെ ഒരു പ്രൊഡക്റ്റുകൾ അവിടുത്തെ തന്നെയാണ്. അവിടുന്ന് എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അതിലേക്ക് എത്തിച്ച പ്രൊഡക്റ്റ്? ഒരുപാട് പ്രൊഡക്റ്റുകൾ ഗൾഫിൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കപ്പ് കേക്കുകളാണ്, കേക്ക് ഐറ്റംസ് ആണ്. നമ്മൾ കേക്കിൽ അങ്ങ് പിടിച്ചു. അപ്പോൾ അത് വല്ലാണ്ട് കേക്കിന്റെ മാസ്റ്ററായി. കപ്പ് കേക്കുകൾ, സ്ലൈസ് കേക്കുകൾ. അത് നിങ്ങളെ തന്നെ ആശയാണോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം ഉണ്ടായിരുന്നു? കുടുംബം ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ ഒരു 2 സഹപ്രവർത്തകർ കൂടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അവര് ഞങ്ങളിങ്ങനെ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നട്ടപ്പാതിരക്കൊക്കെയാണ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താം. പിറ്റേന്ന് വീണ്ടും രാവിലെ തന്നെ 6 മണിക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഭാര്യയ്ക്ക് വല്ലാത്തൊരു വിഷമം. അവൾക്കാണെങ്കിൽ ബേക്കിങ്ങിൽ വല്ലാത്തൊരു താല്പര്യം, നല്ല ക്രേസാണ്. അപ്പം ബേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താല്പര്യം. മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, എപ്പോഴും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും. അപ്പൊ അതില് അവള് പറഞ്ഞു ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ആ പുള്ളിക്കാരോട് വന്നതോട് കൂടിയിട്ട് പിന്നെ എനിക്ക് എന്താകാൻ പറ്റി, എന്റെ ഗ്രോത്തിനെ പറ്റിയും മാർക്കറ്റിനെ പറ്റിയും അതേപോലെ മറ്റുള്ള ഓരോ ഫെസിലിറ്റേഷനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ സമയം കിട്ടി. ഈ ബിസിനസിനെ കുറിച്ച്, ബിസിനസ് ഐഡിയ മാത്രമല്ല, ബിസിനസ്സിന് ഇങ്ങനെ കുറേ ഡൈവേഴ്സിഫിക്കേഷനും കുറേ ഡിപ്പാർട്ട്മെന്റ്സും കുറേ കാര്യങ്ങൾ വകുപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അത് പഠിച്ചു എങ്ങനെയാണത് ഇതിലേക്ക്? അത് തീർച്ചയായിട്ടും സാറിനെ പുകഴ്ത്തി പറയല്ല, നമ്മുടെ ബിസിനസ് മൈൻഡ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട്, ബിസിനസ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ,
അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ആദ്യം അറ്റൻഡ് ചെയ്ത ആ ക്ലാസ് എനിക്ക് തോന്നുന്നത് മൈൻഡ് ട്യൂൺ ആണ് ആദ്യം നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് അപ്പോൾ പിന്നെ അതൊരു അറ്റൻഡ് ചെയ്തതോടുകൂടി തന്നെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി. പിന്നെ സാറിന്റെ ഫാമിലി ട്യൂണും ബിസിനസ് ട്യൂണും ഒക്കെ ആ ഒരു കാര്യത്തിന് വല്ലാതെ ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്കും അത് നെജിലു അടങ്ങുന്ന ഫാമിലി ഉണ്ടാക്കിയ മാറ്റം നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് തോന്നി ഇത് ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ ഇറങ്ങണം എന്നുള്ള ചിന്ത അവർക്ക് വന്നു. പിന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ ഞാനൊരു സോഷ്യൽ പേഴ്സൺ വെറൊരു ഹോംലി അല്ല. തീർച്ചയായും ഇങ്ങനെയൊന്നും പോരാ, ഇനി ഒരുപാട് പേർക്ക് പലതും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അവരിലൂടെ വരാൻ തുടങ്ങി. അപ്പം നമുക്കത് നല്ലൊരു സപ്പോർട്ടായി മാറി. അതുകൊണ്ട് തന്നെ അതൊരു ഡൈവേർഷനാണ് തീർച്ചയായിട്ടും തീരുമാനങ്ങളിൽ അല്ലേ. അതെ അതെ. അപ്പൊ 10 വർഷം ശരിക്കും അഡ്നോക്കിൽ പൂർത്തീകരിച്ചിരുന്നോ? അഡ്നോക്കിലെ അതൊരു തീരുമാനമായിരുന്നു. അത് ഞങ്ങൾ കറക്റ്റായിട്ട് പോകുമ്പോൾ തന്നെ. അപ്പൊ ഇപ്പം വിചാരിക്കുന്ന ആ നേരത്തെയുള്ള ലൈൻ ഓഫ് ആക്ഷനിലും ഡ്രീമിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ തീർച്ചയായും ആ ഒരു ഗ്രോത്തും നിങ്ങളെ ഡ്രീം സെറ്റും വിഷ്വലൈസേഷനും ഒക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെയാണോ വരുന്നത്? ആ ഒരു ഫ്ലോയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് കൂടുന്നുണ്ടോ? അതെ തീർച്ചയായും. ഞാൻ പറഞ്ഞു 2 സ്റ്റാഫിൽ തുടങ്ങിയതാണ്, ഇപ്പൊ ഒരുപാട് സ്റ്റാഫുകളായി, ഒരുപാട് പേർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ അതൊന്നും നമ്മൾ നിർത്തിയില്ല. ഇപ്പൊ യൂണിറ്റ് 1-ൽ നിന്ന് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ഗവൺമെന്റ് തന്നെ 1 ഏക്കർ സ്ഥലം തന്നു. 1 ഏക്കറിലാണ് ഫാക്ടറി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നു, പുതിയ വരാൻ വലിയ സൈസാണ്. ഓൾ കേരള ലെവൽ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഉണ്ടോ? നന്നായിട്ട് മാർക്കറ്റ് ഉണ്ട്. കാരണം നമ്മുടെ സാധനത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് നല്ല ഡിമാൻഡ്? തീർച്ചയായിട്ടും ഓൾ കേരള ലെവലിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഇപ്പോഴുള്ള പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് വിജയകരമാണോ? തീർച്ചയായിട്ടും. അതിന്റെ കൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പൊ അവിടെ റിക്വയർമെന്റ് കൂടിയത് കൊണ്ട് നമുക്ക് പിന്നെ കുറെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു കേക്കും ഐറ്റംസുകളും മാത്രമേ പറ്റുന്നുള്ളൂ. ഇനി അതിന്റെ കൂടെ കുബൂസ്, കുക്കീസ് ഒക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുക്കീസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ ഗൾഫിന്റെ അതേ തനതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ ക്വാളിറ്റിയിൽ. അതെ, ക്വാളിറ്റി. അപ്പൊ പ്രൈസ് കൂടൂലേ? പ്രൈസ് ഞാൻ പറയാൻ പുറപ്പെടുകയായിരുന്നു. പ്രൈസ് ഒരു വിഷയം എന്നുള്ളത് കേരളത്തിലുണ്ട്. പക്ഷെ എങ്കിലും നല്ല പ്രൊഡക്റ്റിന് ആൾക്കാർ കാശ് തരാൻ റെഡിയാണ്. അത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി. തീർച്ചയായിട്ടും. വില കൂടിയത് അല്ല വിഷയം, ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിലെ ക്വാളിറ്റിയിലേക്ക് ഉയർത്തുന്നുണ്ട്. ഞാൻ അബുദാബി നിൽക്കുമ്പോൾ ഒട്ടുമിക്ക യൂറോപ്യൻസ് വന്നു കഴിഞ്ഞാലും അവർ പാക്കറ്റ് എടുത്തിട്ട് ആദ്യം അതിന്റെ ന്യൂട്രീഷ്യസ് ഫാക്ട് ആണ് നോക്കാറ്. ഇവിടെ അത് നോക്കാറില്ല. ഈവൻ എക്സ്പയറി പോലും നോക്കാറില്ല. നമ്മളാരും മലയാളി പ്രൈസ് ആണ് നോക്കുക ഫസ്റ്റ് ടൈം. പക്ഷേ ഇപ്പൊ അവര് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. നല്ല മാറ്റല്ലേ? നല്ല മാറ്റമാണ്. കാരണം ഇതൊന്ന് ഒരു കേക്ക് കഴിച്ചാൽ എത്ര, അല്ലെങ്കിൽ ഒരു പിന്നെ കുക്കീസ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര കലോറി ഊർജ്ജം എനിക്ക് കിട്ടും, അപ്പൊ അത് എത്ര കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ ആൾക്കാർ കഴിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ കളർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ വലിയൊരു വില്ലനായിട്ട് വരുന്നതും. അപ്പോൾ ന്യൂ ജനറേഷനും കാര്യങ്ങളും ആളുകളൊക്കെ ഷുഗറിനെ ഒന്ന് നീക്കിയിട്ട് ടേസ്റ്റും വേണം, അവർക്ക് ന്യൂട്രീഷനും വേണം എന്നുള്ള ഹെൽത്തി കോൺഷ്യസിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ബേക്കിന് സാധ്യത? ഇതും ഷുഗറിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. മനുഷ്യന്റെ ഒരു ബോഡിക്ക് ഷുഗറും അത്യാവശ്യമാണ്. അപ്പോൾ അതിന്റെ ലെവലിൽ നമ്മളെ ഭക്ഷണ രീതിയെ ക്രമീകരിക്കാന്നല്ലാതെ കണ്ട മുഴുവൻ സ്വീറ്റ് ആയിട്ടുള്ള സംഗതികൾ മാറ്റി നിർത്തണമെന്ന് നമ്മളാരും അങ്ങനെയല്ല. അത് ബാലൻസ് ചെയ്യുക. അതായത് കഴിക്കുന്ന ആൾക്കാർ അതിനനുസരിച്ചിട്ടുള്ള അന്നാഹാരങ്ങളും അരി ആഹാരങ്ങളും ഒക്കെ ഒന്ന് വെച്ച് കൺട്രോൾ ചെയ്താൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന. ഷുഗർ വരുന്നതുകൊണ്ട് നമ്മൾ നോ ബോർഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും വരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിപ്പോ പിന്നെ എൻ്റെ ഒരു വല്യമ്മണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കേക്ക് ഉണ്ടോ മോനെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതൊരു ചിന്ത വന്നു. ഡയബറ്റിക് ആണോ? ഡയബറ്റിക് അല്ല, പക്ഷെ പുള്ളിക്കാരി ആദ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ആരോഗ്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന. ഡയബറ്റിക് ഒന്നല്ല, മരിക്കുന്നവരെ നല്ല ആരോഗ്യത്തിലായിരുന്നു. പക്ഷെ മധുരമൊന്നും ഇല്ലാത്ത കേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വരുന്നുണ്ടോ? അപ്പൊ നമ്മള് അന്ന് തീരുമാനിച്ചാണ് എന്തായാലും നമുക്കൊരു പിന്നെ തീർച്ചയായിട്ടും ഒരു മസാല കേക്ക്, എരിവുള്ള കേക്ക്. അത് പുതിയ ഫാക്ടറിയിൽ ടെസ്റ്റ് ചെയ്തു. ഓക്കെയാണ്, ടേസ്റ്റിയാണ്. അതുപോലെ വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. അടുത്ത പിന്നെ ബ്രാൻഡിങ്ങിൽ, പാക്കിങ്ങിൽ ഇൻഷാ അല്ലാഹ്. ഈ പിന്നെ പുതിയതായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലാണല്ലോ, വലിയൊരു എടുത്തുചാട്ടത്തിലേക്ക് പോവുകയാണല്ലോ ഇത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വലിയൊരു ബൾക്ക് വോളിയം പ്രൊഡക്ഷൻ വരാം, അതിൻ്റെ റോ മെറ്റീരിയൽസ് വരണം, അതിൻ്റെ പാക്കിങ്, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അപ്പുറം തലവേദന പിടിച്ച പ്ലേസ്മെൻറ്റ്സ്, ഒരുപാട് ജോലിക്കാർ വരാം. ഈ ഒരു സ്റ്റേജിനെ
പെട്ടെന്ന് ഇങ്ങനെയൊന്നും വലിയ പരിചയമോ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഷമീർ ഇങ്ങനെ വന്ന ഒരു ഡ്രീം സെറ്റിൽ വന്ന് ഇതിനെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? ഇത് എനിക്ക് ഒരു അറിവില്ലാതെയാണ് ഞാൻ ബിസിനസ്സിലോട്ട് എടുത്ത് ചാടിയെന്ന് തന്നെ പറയാം. ചാടിയത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു 3 ഘട്ടം എനിക്ക് ഒരു എക്സ്പാൻഷൻ നടത്തേണ്ടി വന്നു അവിടെ തന്നെ. അപ്പോൾ അതും മതിയാഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ അടുത്തൊരു സെറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ഇപ്പൊ ചാലഞ്ചുകൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അത് തുടങ്ങിയ സമയത്ത് വല്ലാത്തൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് ഈ നാട്ടിലൊക്കെ നമ്മൾ ചില ആൾക്കാർ പറയും, ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മതി നിന്റെ ബിസിനസ് പൂട്ടാൻ എന്നൊക്കെ പറയാറുണ്ട്. അതില് പരക്കെ പറയുന്നത് കേരളത്തിലൊന്നും തുടങ്ങാൻ പറ്റില്ല. അനുഭവം എന്താണ്? അതില് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പിട്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ, ധൈര്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മളെ ഡ്രീമിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വഴികൾ തുറന്ന് വരും എന്നുള്ളതിന് യാതൊരു സംശയം. ഫുൾ എനർജി അതിലേക്ക് ഫോക്കസ്ഡ് ആവുക. അതെ, നമ്മളെ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഇടുക, തീർച്ചയായും ദൈവത്തിൽ അർപ്പിക്കുക, പോവുക. അതാണ് നിങ്ങളുടെ ഒരു വലിയ. അപ്പോൾ എനിക്ക് തന്നെ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ് 12 ഡിപ്പാർട്ട്മെന്റാണ് ഒരു ഫുഡ് ഇൻഡസ്ട്രി നിലനിർത്തണമെങ്കിൽ. 12 ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്നെ അങ്ങേയറ്റം എന്താ പറയാ ക്രൂഷ്യലായിട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് മാത്രം എന്താ നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. എന്തോ അസൂയ അതന്നായിരിക്കും. അതിന് മരുന്നില്ലല്ലോ. വളരുന്ന കൃഷിയാണ്. വളരുന്ന കൃഷിയാണ്. പക്ഷെ അതുകൊണ്ട് ആരും നിർത്തിപ്പോകരുതെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. ഇതൊക്കെ നമ്മൾ മുന്നേ കാണണം. തീർച്ചയായിട്ടും കാണണം. അപ്പൊ പുതിയൊരു സംരംഭം, നിങ്ങളൊരു യുവാവാണ്, യുവ സംരംഭകനാണ്. പ്രത്യേകിച്ച് സമയപരിധിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വേഗം വളർന്ന ഒരു ബ്രാൻഡാണ്, ലീഡർഷിപ്പാണ്. ആ നിലക്ക് പുതിയ നമ്മുടെ ഏറ്റവും യുവാക്കളോടും സുഹൃത്തുക്കളോടും കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ അവരോട് പറയാനുള്ളത് എന്താണ്? അത് നല്ലൊരു പ്രൊഡക്റ്റ്, ഹാംഫുൾ അല്ലാത്ത എത്തിക്കലായിട്ടുള്ള പ്രൊഡക്റ്റ്, അത് നല്ല രീതിയിൽ പ്രോസസ്സിങ്, അത് നല്ലൊരു വീക്ഷണത്തോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കാൻ പറ്റും. ധൈര്യം വേണം. ഈ പറഞ്ഞ പോലെ തവക്കുലാക്കണം. ഒരു സമർപ്പണമാണ് തീർച്ചയായിട്ടും. അതായത് ജീവിതം ഇതിനു വേണ്ടി അങ്ങ് തീരുമാനിക്കണം. മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി കുറെ ഒരു സുഹൃത്തുക്കളൊക്കെ അതൊക്കെ അതിന്റെ കൂടെ അങ്ങ് നടക്കും. അതിന് സമയം കണ്ടെത്തിയാൽ അതൊന്നും കളയേണ്ടി വന്നില്ല. അതിനുള്ള സാറിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ആൾക്കാരിങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഇതൊന്നും ഇല്ലാതെ വെറും ബിസിനസ് മാത്രമായിട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഹാപ്പി അല്ലേ വേണ്ടത്? അതെ, ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. റിലേഷൻഷിപ്പ് വിടാൻ പാടില്ല. അത് ഫ്രണ്ട്സ് ആയാലും നമ്മുടെ കുടുംബമായാലും ആരായാലും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ബിസിനസ് ആണല്ലോ നമ്മൾ മുന്നിൽ കാണുന്നത്. അതിൽ എങ്ങനെ വിജയിക്കുന്നുണ്ട്? ഇപ്പോൾ ഹെൽത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ 100 പേര് കൂടിയിട്ടൊരു സംരംഭം തുടങ്ങി ഹെൽത്തിന് വേണ്ടി മാത്രം. അത് ഈ പറഞ്ഞ പോലെ കുറെ ഓണ്ടർപ്രണേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള നാട്ടിലെ തൊഴിലാളികൾ എല്ലാവരും ഉണ്ട് അതിന്. അപ്പോൾ അത് ഒരു ശരിക്കൊരു സ്പോർട്സ് ഇതാണ്. അപ്പോൾ ബാഡ്മിൻ്റന്, ഫുട്ബോള്, ജിം ഇതെല്ലാം കൂടിയിട്ടുണ്ട്. ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒരു കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എല്ലാം കൂടെ ഓരോന്നോരോന്ന് ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് പോയിട്ട് ഒരു ജസ്റ്റ് ഒരു പാർട്ണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാം, ഫാമിലി സഹിതം ചെയ്യാൻ പറ്റും. അത് ശരി. അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ നേരത്തെ പോലത്തെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അത് നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ പോയിട്ട് അതിൽ കളിക്കാനും അതേപോലെ സമയം ചെലവഴിക്കാനൊക്കെ അത് നമുക്കൊരു ബോഡിക്ക് നമ്മളറിയാത്ത ഒരു എഫേർട്ട് ഇല്ലാതെ ഒരു ഇതാവും നടക്കുന്നുണ്ട്. അതെ.